ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സന്ദർഭം കൂടെ ഒന്നിച്ചു കൂടുവാനും വചനം പഠിക്കുവാനും ദൈവം നമ്മളെ അനുവദിക്കുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ 4ാമത്തെ സഭയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2ാമത്തെ അധ്യായം 18ാമത്തെ വാക്യം മുതൽ 29ാമത്തെ വാക്യം വരെ തുയഥൈരയിലെ സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ ചിന്താവിഷയം. അതിന്റെ 1ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ ഓർത്തത്, ഓരോ സഭകളോട് സംസാരിക്കുമ്പോഴും കർത്താവ് താൻ തന്നെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. അത് ആ സഭകളുടെ ആവശ്യമനുസരിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. അവരുടെ നന്മ, അവരുടെ തിന്മ, അവരോട് പറയാനുള്ള വാക്കുകൾ, അതിന്റെ ഗൗരവം അതൊക്കെ മനസ്സിലാക്കിയാണ് കർത്താവ് അവരോട് തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ തുയഥൈര എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം എന്നാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. എന്തായിരിക്കാം ആ പേരിന് അങ്ങനെ അർത്ഥം വന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അല്പവിശദമായിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു. ഈ തുയഥൈര പട്ടണത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16ാമത്തെ അധ്യായത്തിൽ പൗലോസിന്റെ ശുശ്രൂഷയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അവിടെ താനും തന്റെ കൂടെയുള്ള സഹോദരന്മാരും ശുശ്രൂഷയ്ക്കായിട്ട് പോയപ്പോൾ ആ സ്ഥലത്ത് പോയി പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16ാമത്തെ അധ്യായം അതിന്റെ 13ാമത്തെ വാക്യം മുതൽ. ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 13. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയഥൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. തുയഥൈര പട്ടണത്തെക്കുറിച്ചും അവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശദമായ ഒരു വാക്യമാണത്. പൗലോസിന്റെ പ്രസംഗം കേൾക്കേണ്ടതിന് കർത്താവ് ഹൃദയം തുറന്ന ലുദിയ എന്ന സഹോദരി, രക്താംബരം വിൽക്കുന്ന ഒരാളായിരുന്നു ലുദിയ. അവൾ രക്ഷിക്കപ്പെട്ടു, കുടുംബം രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. ഒരു പക്ഷേ തുയഥൈര സഭയുടെ സ്ഥാപനത്തിന് ഈ കുടുംബമായിരിക്കാം മുഖാന്തരമായി തീർന്നത്, അല്ലെങ്കിൽ പൗലോസായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പൗലോസും ഈ കുടുംബവും ഒന്നിച്ചായിരിക്കാം. അത് വ്യക്തമായ തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായിരുന്നാലും അവിടെ പോയി പ്രസംഗിച്ചെന്നും ഈ കുടുംബം കേട്ടുവെന്നും ഉള്ള ഒരു തെളിവ് നമുക്കുണ്ട്. മാത്രമല്ല, അവിടെ തന്നെ ആദ്യം പറയുന്നത് രക്താംബരം വിൽക്കുന്നവൾ എന്ന. രക്താംബരം എന്ന് പറഞ്ഞാൽ കടുത്ത ചുവപ്പ് നിറമുള്ള നൂലുകൊണ്ട് നെയ്യുന്ന തുണിക്ക്, കമ്പിളിക്കാണ് രക്താംബരം എന്ന് പറയുന്നത്. അത് വളരെ വില കൂടിയ ഒരു വസ്ത്രമാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ മാത്രം ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ്. അങ്ങനെ പല തെളിവുകൾ ബൈബിളിലുണ്ട്. കർത്താവിന്റെ ക്രൂശുമരണ സമയത്ത് തന്നെ രക്താംബരം ധരിപ്പിച്ചു എന്ന് വായിക്കുന്നത് അത് വില കൂടിയതുകൊണ്ട് ധരിപ്പിച്ചതല്ല. താൻ യഹൂദന്മാർ രാജാവാണ്, താൻ രാജാവാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പരിഹസിക്കുവാനായിട്ട് അവര് ഉപയോഗിച്ചതാണ്. രക്താംബരം ധരിപ്പിച്ചിട്ട് പിന്നെ കൊടുത്തത് മുൾമുടിയാണ്. അത് നമുക്കറിയാം, പരിഹാസനോട് ഉപയോഗിച്ചതാണ്. അപ്പൊ രക്താംബരം എന്ന് പറയുന്നത് വളരെ വില കൂടിയ ഒരു വസ്ത്രമാണ്. അതിന്റെ വ്യാപാരം ഈ തുയഥൈരയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, കളിമണ്ണുകൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കി വിൽക്കുന്ന വ്യാപാരം തുയഥൈരയിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തേത് വെള്ളോട്, ബ്രോൺസ്, വെള്ളോടിന്റെ വ്യാപാരം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപാരം ചെയ്യുന്ന ഒരു ദേശമായിരുന്നു
തുയഥൈര എന്ന പട്ടണം. അതിൽ പേര് കേട്ടത് ഈ രക്താംബരത്തിനാണ്. അപ്പോൾ തന്നെ രക്താംബരത്തെക്കുറിച്ച് ഒരു വാക്കുകൂടെ ഞാൻ പറയാം. പാപത്തിന്റെ ഒരു ചിത്രമായിട്ടൂടെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ 1-ാമത്തെ അധ്യായത്തിൽ യഹോവ പറയുന്ന തന്റെ ജനത്തോട്, വലിയ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് കടുപ്പമേറിയ ചുവപ്പ് നിറത്തിനെ കുറിച്ചും വളരെ ലൈറ്റായിരിക്കുന്ന വെള്ളയെക്കുറിച്ചും താരതമ്യപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 2 പദപ്രയോഗങ്ങളാണ്. അത്രമാത്രമേ അതിനെക്കുറിച്ച് തൽക്കാലം പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഐഡിയ ആ ദേശത്തെക്കുറിച്ചും അവരുടെ വ്യാപാരത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ലഭിച്ചല്ലോ. ആ തുയഥൈരയിലെ സഭാ സ്ഥാപനത്തിന് ഒരു പക്ഷെ കാരണമായി തീർന്ന ലുദിയ കുടുംബമാണ് എന്നുള്ളതും നാം ഇപ്പോൾ ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം മുതലാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. അവിടെ താൻ പിന്നെ പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. ആ സ്ഥലത്തിന്റെ കാര്യം കഴിഞ്ഞു, തുയഥൈരയുടെ അർത്ഥം കഴിഞ്ഞു. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനും വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനുമായ ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അവിടെ 3 വാക്ക് നമുക്ക് ന്യായമായി ചിന്തിക്കാം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്ന് പറഞ്ഞാൽ നാം താഴോട്ട് ആ സഭയുടെ കുറ്റം എന്താണെന്ന് പഠിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറഞ്ഞാൽ കർത്താവിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല, കണ്ണ് നമ്മളെ നോക്കുവാനും നമുക്ക് ആലോചന പറഞ്ഞു തരാനൊക്കെ സഹായിക്കുമെങ്കിലും അഗ്നിജ്വാല എന്ന് പറയുമ്പോൾ അത് ശിക്ഷയ്ക്കൂടെ ഉതകുന്നതാണ് എന്നൊരാശയമുണ്ട്. നമുക്ക് ചിന്തിക്കാം അതിനെക്കുറിച്ച്. 1-2 വാക്ക് വായിക്കാം. എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ലേഖനകാരൻ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച്. ഹെബ്രൂസ് ചാപ്റ്റർ 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മറന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ബ്രഹ്മൻ വീഴുന്നാൾ പറയുന്നത് കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല, സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതും എന്ന് പറഞ്ഞാൽ രാത്രിയെന്നോ പകലെന്നോ കർത്താവിന് വ്യത്യാസമില്ല. നാം മറഞ്ഞിരുന്നാലും അത് കർത്താവിന് കണ്ണിന് മറഞ്ഞിരിക്കുന്നില്ല. തന്നെയുമല്ല, നമ്മുടെ ഹൃദയത്തിലെ ചിന്ത പോലും അറിയുന്നവനവൻ, അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഒരു കാര്യവും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ആദ്യം പറയുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് അരുളി ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, നമ്മൾ എത്ര ശ്രമിച്ചാലും കർത്താവിനെ മറച്ച ഒരു കാര്യം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. പകൽ ചെയ്താലും രാത്രി ചെയ്താലും ആരും കാണാതെ ചെയ്താലും മുറി അടച്ചിട്ട് അതിനകത്തിരുന്ന് ചെയ്താലും എന്ത് ചെയ്താലും കണ്ണടച്ച് ചെയ്താലും എന്ത് ചെയ്താലും കർത്താവിനെ മറച്ച് കാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ലെന്ന കാര്യം ഭയത്തോടെ നമ്മൾ ഓർക്കണം. അവൻ നമ്മെ കാണുന്നതുകൊണ്ട് മാത്രമല്ല, ചിന്തിക്കുന്ന അറിയുന്നവനാണെങ്കിൽ പിന്നെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയണം. അപ്പൊ ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അപ്പനും അമ്മയ്ക്കും മക്കൾ അറിയാതെ ചെയ്യാം, മക്കൾക്ക് മാതാപിതാക്കളെ അറിയാതെ ചെയ്യാം, കാണാതെ ചെയ്യാം. സഭാ ശുശ്രൂഷന്മാർക്ക് വിശ്വാസികൾ കാണാതെ ചെയ്യാം, വിശ്വാസികൾക്ക് ശുശ്രൂഷന്മാർ കാണാതെ ചെയ്യാം. അങ്ങനെ നമുക്ക് പലരെ കളിപ്പിക്കാം. ദൈവത്തെ ഒരു കാര്യത്തിനും കളിപ്പിക്കാൻ പറ്റത്തില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. അത് ഈ സഭയുടെ ഗൗരവതരമായ തെറ്റ് ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ആദ്യം തന്നെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇത് കർത്താവിന്റെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാ, ഒന്നും പറഞ്ഞിരിക്കുന്നില്ല. ഇനി കർത്താവിന്റെ കണ്ണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എപ്പോഴും നമ്മളെ നടത്തുന്നു എന്ന ആശയം വായിച്ചേൽപ്പിക്കാം. സാംസ് 32:8, 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നത് തനിക്ക് ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പൊ കണ്ണിന് മറ്റു ഗുണം കൂടി ഉണ്ടല്ലോ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറയുമ്പം നമ്മുടെ കുറവുകളെ ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല ഭയം നമുക്ക് വേണം.
പിന്നെ പറഞ്ഞത് അതേ കണ്ണുകൊണ്ട് തന്നെ ആ കണ്ണ് നമ്മുടെ മേൽ വെച്ച്, നമ്മുടെ മേൽ അവരെ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. നാം പോകുമ്പോൾ, നാം വരുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഇത് പ്രത്യേക കാര്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ അവൻ ആലോചന പറഞ്ഞു തരും. അവൻ നോക്കിയിരിക്കുക, നമുക്കെന്താ ആവശ്യം, നമുക്കെന്താ ഭാരം, നമുക്കെന്താ ബുദ്ധിമുട്ട്, നമ്മളെ ആരാ ഭാരപ്പെടുന്നത്, ഇതെല്ലാം അന്വേഷിച്ചിട്ട് അവൻ നമ്മെ നോക്കിയിരിക്കുക. എന്തിനാ? ആലോചന പറഞ്ഞു നമ്മളെ നടത്തുവാനായിട്ട്. പാട്ടുകാരൻ പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് എന്നെ നീ നടത്തിടുമെന്നത് ഓർത്തതിമോദമോടെ പാടാറുണ്ടല്ലേ. അതിന്റെ അർത്ഥം ഇതാ, അവൻ കണ്ണുകൊണ്ട് നമ്മളെ നടത്തും, കണ്ണുകൊണ്ട് നമ്മളെ പരിപാലിക്കും എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ആ കർത്താവിനെ തന്നെ ആ കണ്ണിന്റെ പ്രത്യേകത ഒത്തിരി പറയാനുണ്ട്. യിരെമ്യാവിന്റെ പ്രവചനം 32-ാമത്തെ അധ്യായം. അത് വെറുതെ ഒന്ന് നോക്കി നടത്തുക മാത്രമല്ല, യിരെമ്യാവ് പറയുന്നത് കർത്താവിന്റെ നോട്ടത്തിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു നന്മ അടങ്ങിയിട്ടുണ്ടെന്ന. യിരെമ്യാ ചാപ്റ്റർ 32 വേഴ്സ് 19, 32ന്റെ 19ാമത്തെ വാക്യം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഫലം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. അവ തന്റെ കണ്ണ് നമ്മുടെ മേൽ ഇരിക്കുന്നത് നമ്മെ ആലോചന നടത്തുവാൻ മാത്രമല്ല, നമ്മെ നടത്തിയിട്ട് അതിനൊത്തവണ്ണം നാം എങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞിട്ട് അതിനൊത്തവണ്ണം പ്രതിഫലം തരാൻ കൂടിയാണ്. എത്ര ആശ്വാസകരമായിരിക്കുന്ന വാക്യമാണ്. ആദ്യം പറഞ്ഞ വാക്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. അവന്റെ കണ്ണ് അഗ്നിജ്വാലക്കൊട്ടതാണ്, അതുകൊണ്ട് അവനെ ഭയപ്പെടണം, വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുക മാത്രമല്ല, ബൈബിളിൽ ധാരാളം വാക്കുകൾ വേറെ ഉണ്ട്. കണ്ണ് നമ്മുടെ മേൽ വെച്ച് ആലോചന പറഞ്ഞു തരുന്നു. രണ്ടാമത്തേത്, നമ്മുടെ മേൽ വെച്ച് ആലോചന പറഞ്ഞു തരുന്നത് നാം എങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അതിനൊത്തവണ്ണം പ്രതിഫലം തരാൻ വേണ്ടിയാണ്. അവ കർത്താവിന്റെ കണ്ണുകൊണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഓർത്തോളണം. ഇനി അതിനെ സംബന്ധിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞ കണ്ണിന്റെ കാര്യം ഞാൻ അവസാനിപ്പിക്കാം. 39-ാം സങ്കീർത്തനം, അത് വളരെ ഭയാനകരമായിരിക്കുന്നൊരു കാര്യമാണ് എന്ന് വേണം പറയാം. 39ന്റെ 13ാമത്തെ വാക്യം, സാംസ് 39 വേഴ്സ് 13, 39-13. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഇത് ഇച്ചിരി കടുപ്പമാണ്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. ആരോടാ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, തന്റെ കണ്ണുകൊണ്ട് നമ്മളെ നടത്തുന്നവൻ, ആലോചന പറഞ്ഞു തരുന്നവൻ, തന്നെ കണ്ണുകൊണ്ട് നമ്മളെ നോക്കി നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണം അവിടെ പ്രതിഫലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവൻ. ആ കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ഇവിടുന്ന് പോയി എനിക്ക് കുഴപ്പമുണ്ടാകാതിരിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? ഞാൻ കുഴപ്പക്കാരനാണ്, ഞാൻ കുഴപ്പക്കാരനാണ്. നീ എന്നെ നോക്കി നടത്തി, ഞാൻ ഒത്തിരി നന്മ അനുഭവിച്ചു, ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചു, ഒത്തിരി ആലോചന പ്രാപിച്ചു. പക്ഷെ ഞാൻ നിന്നെ മറിച്ച് പല കാര്യങ്ങളും ചെയ്തു. നീ എന്നെ നോക്കല്ലേ, നീ എന്നെ നോക്കല്ലെന്നാ പറഞ്ഞതിന്റെ ആശയം. നീ എന്നെ നോക്കല്ലേ. എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് ആർക്കും ഈ വാക്ക് പറയാൻ ഒരിക്കലും ഇടയാകരുത്. കർത്താവ് നീ എന്നെ നോക്കരുത് എന്ന് പറയാനിടയാകരുത്. എപ്പോഴും നീ എന്നെ നോക്കണേ, നിന്നെ കണ്ണുകൊണ്ട് നടത്തണമേ എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതം അവന്റെ മുമ്പിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, തുറന്നതായിരിക്കണം. അത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തിനാണ് ബൈബിൾ ക്ലാസ് ഒക്കെ പഠിക്കുന്നത്? എന്തിനാ വചനം പഠിക്കുന്നത്? നമുക്കൊരു അറിവ് വർദ്ധിപ്പിക്കാനല്ല, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ദൈവത്തെ അറിയാൻ മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അവനെ അധികം ഭയപ്പെടാനും ജീവിതം മെച്ചപ്പെടുത്താനുമാണ്. നടത്തുന്നവൻ പ്രതിഫലം തരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ള കാര്യം നാം മറന്നുപോകല്ലേ. ഈ കർത്താവിനെ കുറിച്ച് വാക്ക് ഇബ്രാഹിം പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന, അതാ ആത്മീയാലിക്കത്തെ കണ്ണിന്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ അവസാനം പറയാൻ വെച്ചിരുന്നതാണ്. മനസ്സിലായോ? ഈ സങ്കീർത്തനക്കാരൻ അങ്ങനെങ്കിലും പറഞ്ഞല്ലോ, എന്തുവാ കർത്താവ് നീ എന്നെ നോക്കല്ലെന്ന് പറഞ്ഞു. കാരണം തനിക്കറിയാം, ഇനി ഞാൻ ഇങ്ങനെ തുടർന്നാൽ അവൻ എന്നെ നോക്കിയാൽ അവൻ എന്നെ ദഹിപ്പിച്ചു കളയും. അത് വരാതിരിക്കേണ്ടത് താൻ നിന്നെ സമ്മതിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവ് എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്, അത് വരാതിരിക്കേണ്ടതിന് ശിക്ഷ മുഴുവൻ അനുഭവിച്ച് നമുക്ക് പകരമായിട്ട് മരിച്ച് അടക്കപ്പെട്ടുയർത്തവനെ ഇനിയും വേദനിപ്പിക്കാതെ നമ്മുടെ നേരെ തിരിയാതിരിക്കേണ്ടതിന് നമുക്ക് വളരെ ഭക്തിയോടെ ജീവിക്കാം. അതാ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ ആശയം അതാ. രണ്ടാമത്തേത് വെള്ളോടിന് സദൃശ്യമായ കാല്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളെങ്കിലും ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്
ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമെന്നാണ്. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട് സദൃശ്യം. ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ആർക്കാ? തുയസേലിലെ ആൾക്കാർക്ക് അവരുടെ ബിസിനസ്സിൽ ഒന്നാണല്ലോ വെള്ളോട്, ബ്രോൺസ്. അത് ചുട്ട് പഴിപ്പിച്ച് മറ്റു പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി. അത് അവരുടെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകും. ഉലയിൽ വെച്ചിരിക്കുന്ന, ഫർണസിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ പീസ് ബ്രോൺസ്, വെള്ളോട്, അത് നന്നായിട്ട് പഴുത്തിരിക്കുമ്പോൾ അതെടുത്ത് ഇങ്ങോട്ട് മാറ്റിവെച്ച് അടിച്ച് ഷേപ്പ് മാറ്റുക, പല ഷേപ്പിലാക്കി തീർക്കുക. അത് അവർക്കറിയാം, കണ്ടതറിയാം. അത് തൊട്ടാലുണ്ടല്ലോ ഷൂന്ന് സൗണ്ട് കേൾക്കത്തുള്ളൂ, പിന്നൊന്നും കേൾക്കത്തില്ല. ആ തൊടുന്നതോ അത്ര ഇട പൊള്ളുവെന്നല്ല, അത്ര ഇട തീരും. അത്ര ചൂടാത്, അത്ര കട്ടിയുള്ളതാണ് ആ സാധനം. അവർക്കറിയാവുന്നത് പറയാ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവൻ അവനെവിടെ നടക്കുന്നേ? സഭയ്ക്കകത്ത്. നിലവിളിക്കൂടെ നടുവിൽ നടക്കുന്നു. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പഠിക്കുകയുണ്ടായി. അവൻ സഭയ്ക്കകത്ത് നടക്കുക. ആ പറഞ്ഞ വാക്യം അങ്ങനെ തന്നെയാണെങ്കിൽ ഇപ്പോൾ നാം കൂടിയിരിക്കുന്നത് ഈ പ്രാദേശിക സഭയുടെ സഭാകൂടിവരവാണ്. ഈ സഭായോഗമാണ് ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. ഈ സഭായോഗത്തിന് കർത്താവ് എത്തിയിട്ടുണ്ട്. പ്രമാണപ്രകാരം താൻ നമ്മുടെ മധ്യേ നടക്കുന്നു എന്നാണ് ഈ വായിച്ച വാക്യപ്രകാരം കാണുന്നത്. ഈ ഇരിക്കുന്ന പലതും ഞാനും നിങ്ങളും നമ്മുടെ മധ്യേ അവൻ നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പ്രമാണപ്രകാരം ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലുമായിട്ട് നടക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അരുതാഴിക ഉണ്ടെങ്കിൽ, പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ആ കാലൊന്ന് ടച്ച് ചെയ്താൽ മതി, ആവശ്യമില്ലാത്തൊക്കെ അങ്ങ് കത്തിപ്പോവും. പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. നമുക്കതിനുള്ള പ്രാപ്തിയില്ല, നമുക്കതിനുള്ള ത്രാണിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് യോഗ്യമായി ജീവിക്കാം, ഭയത്തോടെ ജീവിക്കാം. കർത്താവിന്റെ ആ സ്വഭാവം നമ്മെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് വഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓർത്താൽ മതി കർത്താവ് അങ്ങനെയുള്ളവരാണെന്ന്. ഓർക്കുന്നത് തന്നെ നാം യോഗ്യമായി ജീവിപ്പാൻ നമ്മെ സഹായിക്കും. എന്തിനാ പിന്നെ അതിൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നവരോട്? ഞാൻ ഉയർത്ത കർത്താവാ, ഞാൻ നിങ്ങളുടെ കർത്താവെന്ന് മാത്രം പറഞ്ഞ പോലെ. അങ്ങനെ പറയുന്നത് എന്തിനാ? ഉലയിൽ ചുട്ടുപഴിപ്പിച്ച കാലുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടണം. എനിക്കത് സാധിക്കുമെന്ന് ഒരു മുന്നറിയിപ്പായിട്ട് പറയുക. പ്രിയമുള്ളവർ, നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തെ സ്നേഹിക്കാം. സഭയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കാലിന്റെ ഒച്ച നടക്കുന്നതിന്റെ പ്രത്യേകത. ആദ്യമായിട്ട് ദൈവത്തിന്റെ കാലൊച്ച കേട്ടത് ആരാ? അറിയാമല്ലോ, ആരാ? ആദമാണ്. 3-ാം അധ്യായത്തിലുണ്ട്, ഉൽപ്പത്തി 3-ലുണ്ട്. യഹോവ ചോദിച്ചു, ആദമേ നീ എവിടെ? എന്താ മറുപടി? നിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി, അതുകൊണ്ട് ഒളിച്ചിരിക്കുക. അപ്പോൾ ചോദിച്ചു, എന്ത് സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് നീ ചെയ്തു, അനുസരണക്കേട് കാണിച്ചോ? ചോദ്യമാണ്. അത് നമുക്കറിയാം വിഷയം. അപ്പൊ ആദ്യത്തെ വിഷയം കാലൊച്ച, അതിന്റെ റിസൾട്ട് ഭയം. കാരണം എന്താ? പാപം, അശുദ്ധി, അനുസരണക്കേടെന്ന് പറഞ്ഞാൽ ഭയമുണ്ടാകും. കാലൊച്ച കേട്ടാൽ ഭയമുണ്ടാകും. അപ്പൊ നമ്മുടെ പൂർവ്വപിതാവിന്റെ കാലൊച്ച കേട്ടപ്പം ഭയമുണ്ടായി. ഇനി അതേ പുസ്തകം തന്നെ 18-ാം അധ്യായം. അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ അബ്രഹാം ഇരിക്കുന്നു. 3 പുരുഷന്മാർ പോകുമ്പോൾ അബ്രഹാം അവരെ വളരെ ബഹുമാനത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് ആഹാരം കൊടുക്കുന്നു. നമുക്കറിയാം, ദൂതന്മാരായിരുന്നു. അതിലൊന്ന് കർത്താവ് തന്നെയായിരുന്നു. അവരെ യാത്ര അയക്കേണ്ടതിന് അബ്രഹാം അവരുടെ കൂടെ പുറപ്പെട്ടു വായിക്കുന്നു. അബ്രഹാം വാക്ക് വിത്ത് ദം ടു സെൻഡ് ദം ഓഫ് എന്ന് വായിക്കുന്നത് ഇംഗ്ലീഷിൽ. യാത്ര അയക്കുവാൻ അവരുടെ കൂടെ നടന്നു പോയി എന്നാണ് 18-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങനെ പോയി. അപ്പൊ രണ്ടുപേരെ അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു. അവരങ്ങ് എവിടെ പോയി? ലോകത്തിന് സ്ഥലം എവിടെ? സോദോമിലേക്ക് പോയി. പിന്നെ അബ്രഹാം ഈ കർത്താവ് കൂടെ നടക്കുക. അബ്രഹാമിനെ കർത്താവിന്റെ കാലൊച്ച കേൾക്കാം, നടക്കുക, സംസാരിക്കുക, സോദോമിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുക. അപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഭയമാണോ സന്തോഷമാണോ? സന്തോഷമാണ്. കർത്താവിനോട് നടക്കാൻ പറ്റിയല്ലോ, കർത്താവിനോട് സംസാരിക്കാൻ പറ്റിയല്ലോ, എന്റെ സഹോദരപുത്രന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി ഒന്ന് മധ്യസ്ഥ വഹിക്കാൻ പറ്റിയല്ലോ. ആ നടപ്പ് അവന് സന്തോഷമുള്ളതാക്കി. കാലൊച്ച ഭയമുളവാക്കി, പാപം കാരണം. കാലൊച്ച സന്തോഷമുള്ളവാക്കി, കാരണം എന്നാ? കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. ഈ കർത്താവ് അങ്ങോട്ട് പോയായിരുന്നോ? സോദോമിലോട്ട് പോയില്ല. ദൂതന്മാരെ അയച്ചോളൂ.
കാരണം കർത്താവിന് സോദോമിൽ പോകാൻ താല്പര്യമില്ല. ലോത്ത് നീതിമാനാണെങ്കിൽ പോലും അവന്റെ അടുത്ത് പോകാൻ താല്പര്യമില്ല. അവന്റെ വീട്ടിൽ പോയില്ല. ഇവിടെ വരാൻ താല്പര്യമുണ്ട്. ഇതുകൊണ്ടാണ് പൗലോസ് പിൽക്കാലത്തിൽ വാക്ക് പറഞ്ഞു എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന്. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്നറിയാമോ? നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ക്രിസ്തു നമ്മിൽ വന്ന് വസിക്കുവാൻ ആരംഭിച്ചു. ഇനി ഒരിക്കലും നമ്മെ കൂടെ അല്ലാതെ പോകത്തില്ല. നമ്മിൽ തന്നെ എന്ന് സ്ഥിരമായിട്ട് വസിക്കും. പിന്നെ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കും ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രായോഗിക ജീവിതത്തിൽ എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ നാം അത് അനുഭവിച്ചറിയേണ്ടതിന്. ഉദാഹരണം പറഞ്ഞാൽ, അബ്രഹാമും നീതിമാനാണ്, ലോത്തും നീതിമാനാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടു, നീതിമാൻ ലോത്തെന്ന് പിന്നെ പറഞ്ഞിട്ടുമുണ്ട്. രണ്ടുപേരും വചനപ്രകാരം നീതിമാന്മാരാണ്. രണ്ടുപേരും ദൈവത്തോട് ബന്ധമുള്ളവരാ. പക്ഷേ ഒരാളുടെ വീട്ടിൽ പോകാനും അവിടെ ഇരിപ്പാനും കഴിപ്പാനും ദൈവത്തിന് താല്പര്യം, മറ്റൊരാളുടെ ദേശത്തോട്ട് പോലും പോകാൻ ദൈവത്തിന് താല്പര്യം. അതതിന്റെ ആശയം. മനസ്സിലായോ? ക്രിസ്തു നമ്മൾ വസിക്കുന്നുണ്ടെങ്കിലും നമുക്കത് ആസ്വദിപ്പാൻ കഴിയുന്നുണ്ടോ? ആസ്വദിപ്പാൻ, അനുഭവിച്ചാൽ പോരാ. എക്സ്പീരിയൻസ് ആൻഡ് എൻജോയ് രണ്ടാ. അത് ആസ്വദിക്കണം. ഞാൻ ക്രിസ്തുവിനോട് ജീവിക്കുന്ന ആളാ എന്നൊരു ബോധ്യം നമുക്ക് വേണം. അപ്പോ കാലിന്റെ പ്രത്യേകത പറഞ്ഞു വരുന്നത് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആ വിഷയം കൂടെ. അതായത് യോഹന്നാൻ 11 മാർത്ത, മറിയ, ലാസർ അവരുടെ ചരിത്രം പറഞ്ഞേക്കുന്നത് പ്രധാനപ്പെട്ടത്. അവിടെ വിഷയമുണ്ടായി. ലാസറിന്റെ രോഗം വന്നു, ലാസർ മരിച്ചു, ലാസറിനെ അടക്കി. ആ സഹോദരിമാരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആ കല്ലറയുള്ള ഭാഗത്ത് യേശു ചെന്നപ്പോ ഒരാൾ എന്ന് പറഞ്ഞു മാർത്തയോടെ, യേശു വന്നിട്ടുണ്ട്. അവൾ വന്ന് യേശുവിനെതിരായിട്ട് സംസാരിച്ചു. അടുത്ത ആളും വന്നു യേശുവിനെതിരെ സംസാരിച്ചു. അവർ തമ്മിൽ സംസാരിക്കുന്ന വിഷയമാണ് ഞാൻ പറയാൻ വരുന്നത്. അവിടെയും യേശുവിന്റെ കാലച്ച അല്ലെങ്കിൽ യേശുവിന്റെ നടപ്പ് അവരെ ആശ്വസിപ്പിച്ചു. സഹോദരൻ കല്ലറയിൽ നാറ്റം വെച്ച് തുടങ്ങി. പക്ഷെ ഈ സാന്നിധ്യവും ഈ കാലച്ചയും അവർക്ക് ആശ്വാസമായി. ആദമിന് കാലച്ച ഭയമായി, അബ്രഹാമിന് കാലച്ച സന്തോഷമായി, സഹോദരിമാർക്ക് മാർത്ത, മറിയ സഹോദരിമാർക്ക് കാലച്ച ആശ്വാസമായി. എനിക്ക് നിങ്ങൾക്കും അവരുടെ കാലച്ച എന്താ, എങ്ങനെയാ? അത് അവരവർക്കേ അറിയത്തുള്ളൂ. ഭയപ്പെടാൻ പേടിക്കാനൊന്നുമില്ല. ദൈവത്തെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ചെയ്തു കളയുമെന്ന്. പക്ഷെ ദൈവത്തെ ഭയപ്പെടണം. രണ്ടും രണ്ടാ. ഭയപ്പെടുന്നത് അതിന് പറയുന്ന വാക്കാണ് റെവറൻഷ്യൽ ഫിയർ. ഭക്തിയോടുകൂടിയ ഭയം നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉണ്ടാകണം. അവന്റെ കണ്ണിനും അവന്റെ കാലിനും അത്രയും പ്രത്യേകതയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ 18 വാക്യത്തിൽ ഒന്നുകൂടെ വായിക്കുന്നത്, തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലക്കത്തെ കണ്ണ്, വെള്ളോട് സദൃശമായ കാല് ഉള്ള ആരാ? ദൈവപുത്രൻ. അവിടെ ദൈവപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് 3 സഭയുടെ കാര്യം പറഞ്ഞപ്പോഴും നടക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആദ്യനും അന്ത്യനുമായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, മൂർച്ചയേറിയ ഇരുവായത്തിൽ ഉള്ളവൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മാത്രം പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ എടുത്തു പറഞ്ഞേക്കുക, സൺ ഓഫ് ഗോഡ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവപുത്രൻ സമം ദൈവം, മനുഷ്യപുത്രൻ സമം മനുഷ്യൻ. ഇവിടെ അങ്ങനെ പറയാൻ കാര്യം എന്നാ? ഇവർക്ക് അറിയത്തില്ലയോ ദൈവമാണെന്നുള്ള കാര്യം? അറിയാം. യോഹന്നാൻ അറിയത്തില്ലയോ? നമുക്കറിയത്തില്ലയോ? ഇത്ര ദിനം പഠിച്ചിട്ട് ഈ 4-ാമത്തെ മാത്രം ഇങ്ങനെ പറയുന്നത്, ഈ പറയുന്നത് ദൈവം തന്റെ പൂർണ്ണ ആ ദൈവത്വത്തിന്റെ ആ സ്വഭാവ സവിശേഷതകൾ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നതിന് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിങ്ങളുടെ മധ്യം ഉണ്ട്. അതിന്റെ അർത്ഥം എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ സർവജ്ഞാനിയാണ്. 2, ഞാൻ സർവ്വവ്യാപിയാണ്. ഇവിടെ നിങ്ങളുടെ സഭയിലുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ മധ്യമുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുമുണ്ട്. ഞാൻ സർവ്വവ്യാപിയാണ്. അപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഞാൻ എല്ലായിടത്തും ഉള്ളതുകൊണ്ടും നിങ്ങളെ മുഴുവൻ അറിഞ്ഞിട്ട് നിങ്ങളിലുള്ള കുറവുകളെ ശിക്ഷിക്കത്തക്കവണ്ണം എന്തും ചെയ്യാൻ ഞാൻ സർവശക്തനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സർവജ്ഞാനിയ സർവ്വവ്യാപനം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. സർവശക്തൻ എന്ന് പറയുന്നതും യഹോവയെ കഴിയാത്ത കാര്യമുണ്ടോ എന്നൊക്കെ വായിക്കും നമുക്ക് ആശ്വാസമാണ്. പക്ഷേ യഹോവയെ കഴിയാത്ത കാര്യമൊന്നുമില്ല. എന്റെ ജീവിതത്തോട് ശക്തമായിട്ട് ഇടപെടുവാനും അവന് കഴിയും എന്ന ചിന്തയും നമ്മളെ ഭരിക്കണം. നമുക്ക് പലപ്പോഴും ആ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമാണ് ആശ്വാസം തരുന്നത്. അങ്ങനെയല്ല. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് 18-ാമത്തെ വാക്യത്തിന്റെ ഒരു ന്യായമായ വിശദീകരണം. ഇനി 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 19-ാം വാക്യം, വേഴ്സ് 19.
ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. 19ാമത്തെ വാക്യത്തിൽ 6 കാര്യങ്ങളാണ് അവരെക്കുറിച്ച് പ്രശംസയായിട്ട് പറഞ്ഞേക്കുന്നത്. 6 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞു. 5 കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത. പിന്നെ പറയുന്ന 6ാമത്തെ കാര്യം, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് പറഞ്ഞാൽ ഇതുവരെ നിന്നെ പരിശോധിച്ചിട്ട് നിനക്ക് ആത്മീയ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ആശയം. നിനക്ക് വളർച്ചയുണ്ട്, പണ്ടത്തേക്കാൾ നീ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത് ന്യായമായ ഒരു പ്രശംസാ വാക്കാണ്. ഇത് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ന്യായമായ ഒരു വളർച്ച നമുക്ക് ഉണ്ടാകണം. വർഷങ്ങൾ ഏറെയായി എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകല്ലേ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, പത്രോസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ പരിജ്ഞാനവും. ഇങ്ങനെ 8 കാര്യമുണ്ട്. കൂട്ടിക്കൊള്ളുവീൻ എന്ന് പറയുന്നത്. ഇവ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഹ്രസ്വദൃഷ്ടിയുള്ളവരെ തീരാതെ ദീർഘദൃഷ്ടിയുള്ളവരെ തീരും. അവരുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് പറയാം. ഇത് നിങ്ങൾ കൂട്ടി വരണം. കാരണം ഇങ്ങനെ പറയാൻ കാരണമുണ്ട്, തന്റെ ജീവിതത്തിൽ ഈ മുഴുവൻ കാര്യത്തിലും പരാജയപ്പെട്ടയാളാണ്, പിന്നീട് വിജയിച്ച ആളുമാണ്. അതുകൊണ്ടാണ് നമ്മെ അക്കാര്യം താൻ പ്രബോധിപ്പിക്കുന്നതെന്നുള്ള കാര്യം നാം മറന്നുപോകല്ല. അപ്പോൾ ഒന്നിനോടൊന്ന് കൂട്ടിയുള്ള വളർച്ച നമുക്ക് ആവശ്യമാണ്. ഇത് ഒരു നല്ല കാര്യമായിട്ട് കർത്താവ് ഇവരെക്കുറിച്ച് പറയുക. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്രമാത്രം വളരാൻ, അതായത് ആദ്യത്തെ പ്രവൃത്തി ഇപ്പം നോക്കിയാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് പറയാൻ സാധിക്കുമായിരിക്കും. നമ്മൾ പറഞ്ഞാൽ പോരാ. പിന്നെ ആര് പറയണം? കർത്താവ് പറയണം. ഞാൻ എങ്ങും പറഞ്ഞില്ല, ഞങ്ങളുടെ അസംബ്ലിയിൽ ഒന്ന് പറഞ്ഞായിരുന്നു. അസംബ്ലി പറഞ്ഞാണോ അത് പേഴ്സണൽ സംസാരിച്ചെന്ന് അറിയത്തില്ല. ഞാൻ കേട്ട ഒരു പ്രസംഗം, നമ്മുടെ സഹോദരൻ കർത്താവൻദാസും ജോൺ കുര്യൻ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. ഞാൻ ഇവിടെ പറയാൻ കാര്യം, നമ്മുടെ ആത്മീയ വളർച്ചയുടെ ചിത്രമായിട്ട് താൻ ചോദിക്കുക. 50, 60, 40, 30 ഒക്കെ വർഷമായി ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാബന്ധത്തിൽ വന്നിട്ട് നമ്മൾ അന്ന് പോലെ രാവിലെ വൈകിട്ടും വായിക്കും, പ്രാർത്ഥിക്കും. ആഴ്ച 2 ദിവസം 3 ദിവസം മീറ്റിങ്ങിന് സഭാഹാളിൽ പോയി പ്രസംഗം കേൾക്കും. പിന്നെ കുറേ കൺവെൻഷന് പോകും, വർഷത്തിലെല്ലാ കൺവെൻഷനും പോകും. അല്ലാതെ ഇപ്പം മാധ്യമത്തിലൂടെ പ്രസംഗങ്ങൾ കേൾക്കും. അപ്പോൾ 30-40 വർഷമായിട്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എത്ര 1000 പ്രാവശ്യം ബൈബിൾ വായിച്ചു, എത്ര 1000 പ്രാവശ്യം വായിച്ചു, എത്ര 1000കണക്കിന് മെസ്സേജ് കേട്ടു. അദ്ദേഹം ചോദിക്കുക, എത്ര മാത്രം നമ്മൾ ആത്മീയമായിട്ട് വളർന്നു. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്താ അടുത്ത പറയുന്ന ഈ പ്രസംഗം കേട്ടതാ യൂട്യൂബിനകത്ത്. അദ്ദേഹം പറയാം, ഞാൻ തന്നെ പറയാം എത്ര വളർന്നെന്ന്. താൻ പറയാന്നറിയാമോ? നിന്റെ മകളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ മകളുടെ കല്യാണത്തിന് എന്നെ വിളിക്കത്തില്ല. എന്റെ വീട്ടിലെ കോട്ടേജ് മീറ്റിംഗ് നീ വന്നില്ല, നിന്റെ വീട്ടിൽ ഞാനും വരത്തില്ല. നീ എന്റെ കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് കൈ തന്നില്ല, അതുകൊണ്ട് ഞാനും അങ്ങോട്ടൊന്ന് കൈ തരത്തില്ല. ഇത്രയും വളർന്നിട്ടുണ്ടെന്ന്. ഞാൻ യൂട്യൂബിലെ പ്രസംഗം കേട്ടു, എനിക്ക് കേട്ടപ്പോൾ തന്നെ നാണം തോന്നി കേട്ടത്. ശരിയല്ലയോ? 1000കണക്കിന് പ്രസംഗം കേട്ടിട്ട്, 1000കണക്കിന് മീറ്റിംഗ് സംബന്ധിച്ചിട്ട്, 1000-ലധികം തവണ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾ ഇത്ര ആയുള്ളെങ്കിൽ കർത്താവ് പറയാമോ നിന്റെ പ്രവൃത്തി ആദ്യത്തേലും മെച്ചമാണെന്ന്? ഞാൻ പറഞ്ഞാൽ പോരാ, ഈ സഹോദരൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ പോരാ, അത് പറയാൻ ബുദ്ധിമുട്ടില്ല. അദ്ദേഹം തിരിച്ചു കാണിച്ചാൽ മതി, കൈ കൊടുത്താൽ മതി. മനസ്സിലായോ? അതിൽ കാര്യമില്ല. നമ്മൾ എവിടെ എത്തി എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും. ഈ സഭയെക്കുറിച്ച് കർത്താവ് ഇത്രയും കാര്യം നന്നായിട്ട് പറഞ്ഞു, നമ്മളെക്കുറിച്ചും പറയണം എന്നുള്ള കാര്യം നാം മറന്നുപോകല്ലേ. 20ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇത്രയും പറഞ്ഞിട്ട് പറയുക, എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പണം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഒരു കുറ്റമാണ് ഈ സഭയെക്കുറിച്ച് പറയുന്നത്, ഒരു കുറ്റം മാത്രം. നമ്മൾ ആ വിഷയം വിശദമായി തൽക്കാലം ചിന്തിക്കുന്നില്ല, സമയമുണ്ടെങ്കിൽ ചിന്തിക്കാതെ മാത്രമേ ഉള്ളൂ. ആ ഒരു കുറ്റം എന്ന് പറയുമ്പം മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നീ അനുവദിക്കുന്നു, ആ സ്ത്രീയെ നീ അനുവദിക്കുന്നു. ആ സ്ത്രീ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം. ആ സഭയിലുള്ള ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ആദ്യമേ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്കെന്ന് പറയുന്നത് ആ സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്ന് മലയാളത്തിൽ. ഇംഗ്ലീഷ് വായിക്കുമ്പം അല്പം വ്യത്യാസമുണ്ട്.
തുടക്കത്തിലെ പറയുന്നത്, ബട്ട് ഐ ഹാവ് ദിസ് അഗൈൻസ്റ്റ് യു ദാറ്റ് യു ടോളറേറ്റ് ദാറ്റ് വുമൺ. എന്തോ അതിനർത്ഥം? ആ സ്ത്രീയെ നീ സഹിക്കുന്നു. നോക്കിക്കേ, അതിന്റെ 18-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ അറിയുന്നു. അവിടെ ഇല്ല സഹിഷ്ണുത? ഉണ്ട്. അവിടെ പറഞ്ഞെങ്കിൽ സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നത് പോസിറ്റീവായിട്ടാണ്. അവരെ പുകഴ്ത്തി പറയുക. 18-ാമത്തെ വാക്യത്തിൽ നിനക്ക് സഹിഷ്ണുത ഉണ്ട്. ഇവിടെ 20-ാം വാക്യം വരുമ്പോൾ ആ സ്ത്രീയെ നീ സഹിച്ചു. ആ സഹിഷ്ണുത തെറ്റാ. അത് സംതിങ് കഴിച്ചു. എനിക്ക് നിനക്കെതിരെ ഒരു കാര്യം പറയാനുണ്ട്. നീ അവളെ സഹിച്ചു. എന്താ എന്റെ ആശയം അറിയാമോ? സഹിക്കുക എന്ന് പറയുന്നത് വാക്ക് ഒന്ന് തന്നെയാണെങ്കിലും രണ്ട് രീതിയിലാണ് കർത്താവ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസം, പ്രവൃത്തി, സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് ആത്മീയ സ്വഭാവമാണ്. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ കർത്താവിന് വേണ്ടി സഹിക്കുക, പ്രതികൂലം വരുമ്പോൾ കർത്താവിന് വേണ്ടി സഹിക്കുക, വരുവാൻ പോകുന്ന തേജസ്സിനെ ഓർക്കുമ്പോൾ താൽക്കാലിക കഷ്ടങ്ങളെ സഹിക്കുക, നമുക്കെതിരെ ഒരാൾ പറയുമ്പോൾ, നമുക്കെതിരെ ആവശ്യമില്ലാത്ത ആരോപണം വരുമ്പോൾ നാം സഹിക്കുക, പ്രതികരിക്കുന്നില്ല, എതിര് പറയുന്നില്ല, പ്രശ്നമുണ്ടാക്കാൻ പോകുന്നില്ല, സഹിക്കുക. ആ സഹനം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ളൊരു പ്രവൃത്തിയാണ്. ഒരു ആത്മീയമായ നിലവാരം പുലർത്തുന്ന പ്രവൃത്തിയാണ് സഹിക്കുക എന്നുള്ളത്. കൊച്ചുകാര്യമൊന്നുമല്ല. അങ്ങനെ ഒത്തിരി സഹിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. അതൊരു നല്ല ആത്മീയ പക്വതയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് കർത്താവ് അതിന് പുകഴ്ചയായിട്ടാണ് പറയുന്നത്. സഹിക്കുക, ടോളറേറ്റ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കണം. ചുമ്മാതെ എല്ലാത്തിനും ധൃതി വെച്ച് മറുപടി പറയുകയും എല്ലാത്തിനും പ്രതികരിക്കുകയും തീരെ അസഹിഷ്ണുത കാണിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല വിശ്വാസികൾ. നമുക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച്, അത് ആത്മീയ പ്രായത്തിനനുസരിച്ച് നാം വളർന്ന് നമ്മൾ സഹിഷ്ണുത ഉള്ളവരായിരിക്കണം. സഹിഷ്ണുത ദൈവം പ്രസാദിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമുള്ള നല്ലൊരു സ്വഭാവമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല. എവിടെ? 20-ാമത്തെ വാക്യത്തിൽ, യു ടോളറേറ്റ് ദാറ്റ് വുമൺ. അതെനിക്കിഷ്ടമല്ല, അതൊരു കുറ്റമാണ്. സംതിങ് അഗൈൻസ്റ്റ് യു, അത് ഒരു കുറ്റമായിട്ട് പറയാം. എന്താ കാരണം? ഒരേ ആള് തന്നെ ഒരു സഭയോട് തന്നെ ഒരു വാക്കിനെ രണ്ടായിട്ട് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ പിന്നെ പറയുന്നു, കർത്താവ് യേശുക്രിസ്തു തന്നെ ത്വൈതയിലെ സഭയോട് സഹിക്കുക എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ട് പറയുന്നു ചോദിച്ചാൽ, ഈ സ്ത്രീ അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വിശദമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു പക്ഷേ നമ്മളെ മുഹൂരെ പറഞ്ഞ പോലെ ഈ സ്ത്രീ ഒരു വ്യാപാരം നടത്തുന്ന ആളായിരിക്കാം, കുടുംബമായിട്ട് അവർ വ്യാപാരികളായിരിക്കാം. അങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്. നമ്മുടെ സഹോദരി ലുദിയായും അവിടുത്തെ അംഗമല്ലേ? അങ്ങനെയാണെങ്കിൽ അവരും വ്യാപാരം ചെയ്യുന്ന ആളല്ലേ? ആണോ? വ്യാപാരികൾക്ക് ഒരു സ്വഭാവം പൊതുവെ ഉള്ളത്, പൊതുജനത്തിന്റെ ഒരു സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് സമൂഹത്തിൽ അവരൊരു അല്പം അയഞ്ഞ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടും. ലിബറൽ. അപ്പോൾ ആ ബന്ധം സൂക്ഷിപ്പാൻ കഴിയും. സഭയിലുള്ളവരെ കൊണ്ട് കച്ചവടം നടത്താൻ പറ്റുമോ? എത്ര പേരുണ്ട് സഭയിൽ? സമൂഹത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ വ്യാപാരം നടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം അവരോട് ഒന്ന് അയഞ്ഞിടപെടുക, അവരിങ്ങോട്ട് വരാൻ സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇതൊരു സാധാരണ കാര്യമാണ്. അത് ഇവിടെ പറഞ്ഞേക്ക് നോക്കിക്കേ 20-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വേഴ്സ് 20, താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിക്കുവാനും വിഗ്രഹാർപ്പണം തിന്നുവാനും എന്റെ സഹോദരന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയും ചെയ്യുന്നു. പ്രവാചക എന്ന് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ അറിവുണ്ടെന്ന് പറയുന്നു, ചില കാര്യങ്ങൾ പ്രവചിക്കുന്നു, അതിനെപ്രകാരം തെറ്റാ. അങ്ങനെ പറയാൻ പാടില്ല. പ്രവാചകന്മാരില്ല. അത് കൂടാതെ വിഗ്രഹാർപ്പിതം ആർക്കുള്ളതാ? സഭയ്ക്കുള്ളതോ വെളിയിലുള്ളതാണ്. അവിടുത്തെ ശുശ്രൂഷകൾക്ക്, അവിടുത്തെ ഫംഗ്ഷൻ, അങ്ങനെ വേണം പറയാൻ, ഫംഗ്ഷനുകൾക്ക് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുന്നു, അവിടെ പോയി വിഗ്രഹാർപ്പിതം കഴിക്കുന്നു, ഇവിടെ ഉള്ളവരായി കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു മിങ്കിൾ ചെയ്തുള്ള ജീവിതത്തിനായിട്ട് വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ സഹോദരിക്കുണ്ടായിരുന്നു. അതാ എന്റെ കാര്യം. അത്രയും പറഞ്ഞാൽ മതിയല്ലോ, വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടല്ലോ. ഒരു മീറ്റിംഗ് നടത്തിയാൽ, ഒരു ശുശ്രൂഷ നടത്തിയാൽ അവിടുന്ന് വരുന്നവർക്കും സഭാ വ്യത്യാസമില്ലാതെ ശുശ്രൂഷയിൽ പങ്കുകൊടുക്കുക, ഒരു ചാൻസ്. എന്തിനാ? അവിടുന്ന് ഇവിടെ വരുമ്പം ചാൻസ് കൊടുത്താൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കും ചാൻസ് കിട്ടും, എന്റെ കടയിൽ വന്നവർ സാധനവും വാങ്ങിക്കും. അതാ സത്യം.
ലോകമയത്വം നമ്മുടെ ഉപദേശം മുറുകെ പിടിക്കുന്ന നമ്മുടെ സഭാ കൂടികളിലും ഇങ്ങനെയുള്ള ലോകമയത്വം വന്നിട്ടില്ലേ? സാരമില്ല ചിന്ത, സാരമില്ല. അവരെ വിളിക്കുക, ഇവരെ വിളിക്കുക, രാഷ്ട്രീയക്കാരെ വിളിക്കുക, പോലീസുകാരെ വിളിക്കുക, അവരെ കൊണ്ടൊക്കെ ഓരോ കാര്യം ചെയ്യിപ്പിക്കുക, ശുശ്രൂഷയ്ക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. തികച്ചും തെറ്റാ. അങ്ങോട്ട് പ്രമാണമില്ല. നമ്മൾ വേർപെട്ടവരാ. സഭ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എക്ലീസിയ എന്ന് പറഞ്ഞാൽ കോൾഡ് ഔട്ട്, വിളിച്ച് വേർതിരിച്ചവരെന്താ, ശുദ്ധീകരിച്ച് വേർതിരിച്ചവരെന്താ, പ്രത്യേക ഉദ്ദേശത്തോടെ വേർതിരിച്ചവരെന്താ. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. അവിശ്വാസികളോട് ഇണയില്ലപ്പെടകൂടെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ കാര്യം മാത്രമല്ല, കല്യാണം ഉണ്ടെന്നുള്ളത് അതിനകത്ത് എന്തെല്ലാം കാര്യം വേറെ ഉണ്ട്. അങ്ങനെ വന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായി, ഈ സഭയിലുണ്ടായിരുന്നു. ഇവിടുത്തെ മൂപ്പന്മാര്, അങ്ങനെ വേണം പറയാൻ. ഈ എഴുതിയിരിക്കുന്ന മൂപ്പന്മാരെ കാണല്ലോ, ദൂതന്മാരെന്ന് പറഞ്ഞാൽ. മൂപ്പന്മാർ എന്ത് ചെയ്തു? പോട്ടെന്ന്. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ആ പാടെ പ്രശ്നമാണ്. അവളാണെങ്കിൽ തലവേദനയാണ്, പിന്നെ അവരുടെ കുടുംബക്കാരൊക്കെ ഒത്തിരി പേരുള്ളവരാ, എല്ലാം കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കും. പോട്ടെന്ന് അവരങ്ങ് സഹിച്ചു. തമ്പുരാൻ പറയാം തെറ്റാ, അത് കുറ്റമാണ്. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ടായി. ഞാൻ ഈ കാര്യത്തിൽ തെറ്റുകാരനാണ്. അതുകൊണ്ട് പറയാം, ചില കാര്യങ്ങൾ ഞാനും ആ പോട്ടെ, അവർ പ്രശ്നം ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് സംസാരിക്കാതിരുന്നിട്ടുണ്ട്. തെറ്റാ, കുറ്റമാണ്. സഹിക്കുന്നത് നല്ല സ്വഭാവമാണ്. പക്ഷെ ഈ കാര്യം സഹിക്കുന്നത് സഭയ്ക്ക് തെറ്റാ, സഭയ്ക്ക് ദോഷമാണ്. സഭയിൽ ദൈവം പ്രവർത്തിക്കത്തില്ല, സഭ ദൈവം അനുഗ്രഹിക്കത്തില്ല. അത് മാറ്റേ പറ്റത്തുള്ളൂ. ആ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ടെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞു എന്നുള്ളത് ഗൗരവമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും വിശാലത വേണ്ട. നമുക്ക് നമ്മുടെയായിട്ടുള്ള ചില പ്രമാണങ്ങളുണ്ട്. ഇനിയും ആ സഹോദരിയെക്കുറിച്ച് വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചാണ്. ഇസബേൽ എന്ന പേരുള്ള സഹോദരിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്. ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ ഇസബേലിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് അല്ല, അവിടെയുള്ള ആളിനെ കുറിച്ച് തന്നെ പറഞ്ഞേക്കുന്നത്. പേരുണ്ടെന്നല്ല ഉള്ളൂ. ഇനി പഴയ നിയമത്തിലെ ഇസബേലിനെ കുറിച്ച് പറയാം. എന്താണത്? ഒരു വാക്യെടുത്ത് 1 രാജാക്കന്മാർ 21 അധ്യായം. 1 രാജാക്കന്മാർ 21 അധ്യായം, 1 Kings chapter 21. അവിടെ ഇസബേൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ചെയ്ത കാര്യം എന്താണെന്ന് നോക്കിയിട്ട് അതോടെ ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 Kings chapter 21 അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിന്റെ ശേഷം 1 രാജ 21, അതിനുശേഷം സംഭവിച്ചത്, ഇസ്രയേലിനായ നബോത്തിന് ഇസ്രയേലിൽ ശമരി രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണം. അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായി നിനക്ക് തരാം. നിനക്ക് സമ്മതമെങ്കിൽ വില തരാം എന്ന് പറഞ്ഞു. നബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ എനിക്ക് സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞു. അത് തനിക്ക് ദുഃഖമായി. 4-ാം വാക്യം മതി, ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പോൾ ആഹാബ് നബോത്തിനോട് പറയുക, നിന്റെ അപ്പ നിനക്ക് തന്ന മുന്തിരിത്തോട്ടം അതെനിക്ക് തരണം. അതെനിക്ക് ചീരത്തോട്ടമാക്കാനാണ്. ചീരത്തോട്ടം മനസ്സിലായോ? എന്തൊരു അഹങ്കാരം എന്നറിയാമോ? അവനവന്റെ അപ്പൻ സ്വത്തായിട്ട് കൊടുത്തതാ. മുന്തിരിത്തോട്ടം എന്തോ ചീരത്തോട്ടം എന്തോ. മുന്തിരിത്തോട്ടം കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും അത് മനുഷ്യനെയും ദൈവത്തെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്നതാണ്, ആശ്വാസം കൊടുക്കുന്ന. മുന്തിരിയുടെ ചാറ് സന്തോഷിപ്പിക്കുന്നതാണ്, ആശ്വാസം കൊടുക്കുന്നതാണ്. മുന്തിരിയുടെ ചാറ് പകർന്ന് മുറിവ് കെട്ടിയാൽ മുറിവിന് സൗഖ്യം ഉണ്ടാകുന്നതാണ്. നമുക്ക് അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ മുന്തിരിക്കുണ്ട്, മുന്തിരിത്തോട്ടത്തിനുമുണ്ട്. അത് പ്രതാപത്തോടുകൂടിയുള്ള തന്നെയുമല്ല. വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ എന്റെ പിതാവ് തോട്ടക്കാരൻ, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നമ്മളെ മുന്തിരിത്തോട്ടമായിട്ട് കർത്താവ് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ചിത്രമായിട്ടിരിക്കുന്നത് ഉത്തമത്തിൽ വായിക്കുന്നു, കെട്ടിയടച്ച തോട്ടം സഭയെക്കുറിച്ച്. ഇവിടെ ആഹാ പറയാ, എനിക്ക് ചീരത്തോട്ടമാക്കാനായിട്ട് തരണം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു തരത്തില്ല, എന്റെ അപ്പൻ തന്നാന്ന് പറഞ്ഞു. അവൻ ആകപ്പാടെ വിഷമിച്ച് പോയി കിടക്കുമ്പം അവന്റെ ഭാര്യയായ ഇസബേൽ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിച്ച് കിടക്കുന്നത്? ഞാനത് വാങ്ങിച്ചു തരാം. അവൾ എന്തെന്നറിയാമോ? ചില ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് യാഹാബിനെ കൂട്ടി ഒരു മീറ്റിംഗിൽ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഇവൻ ദൈവത്തിനും രാജാവിനും വിരോധമായിട്ട് സംസാരിച്ചു. ആരാ? നാബോത്ത്. എന്നിട്ട് അവനെതിരെ സംസാരിച്ചിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞിട്ട് പറയാം, വേണ്ട അവൻ ചത്തല്ലോ, നീ പോയി തോട്ടം എടുത്തോളാന്ന് പറഞ്ഞു. ആഹാബ് വന്ന് മുന്തിരിത്തോട്ടം എടുത്ത് ചീരത്തോട്ടമാക്കി.
ഈ തുയഥൈര സഭയിലെ സഹോദരി ഉണ്ടല്ലോ, അവരുടെ പേരെന്തോ, ഇസബേലും ചെയ്യുന്ന ഇതാ, ആ മുന്തിരിത്തോട്ടമുണ്ടല്ലോ, സഭ എന്ന മുന്തിരിത്തോട്ടത്തെ അവൾ ഭംഗിയുള്ള ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അവരും ഇവരും ഞങ്ങളും നിങ്ങളും എല്ലാം കൂടെ ചേരുമ്പോൾ ഭംഗിയാ. സഭ ഭംഗിയല്ല ദൈവം നോക്കുന്നത്, എല്ലാം ക്രമമായി നടക്കണം. ചന്തം എന്ന വാക്ക് ബൈബിളിലില്ല, തെറ്റ് പറയില്ലേ. സഭയിലെല്ലാം ക്രമമായും ചന്തമായി നടക്കണമെന്ന് ബൈബിളിലില്ല. ചന്തമെന്ന വാക്ക് നാട്ടിലുള്ള ഭാഷയാണ്. നമുക്കുള്ള ക്രമമായും ഉചിതമായും. ചീരത്തോട്ടം ചന്തമാണ്, മുന്തിരിത്തോട്ടം ക്രമവും ഉചിതവുമാണ്. ആ ഉചിതം മാറ്റി ക്രമം മാറ്റി ചന്തമാക്കാൻ ശ്രമിച്ച സഹോദരി, ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു പ്രാദേശിക സഭയിലും ചന്തമാക്കാൻ ശ്രമിക്കണ്ട, കാണാൻ ഭംഗിയാക്കാൻ ശ്രമിക്കണ്ട. അത് ലോകമയത്വം. നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് പ്രമാണപ്രകാരം ജീവിക്കാം. അതിൻ്റെയായിട്ടുള്ള പരിമിതി നമുക്കുണ്ടാവും, അതിൻ്റെ ഞെരുക്കം നമുക്കുണ്ടാവും. സാരമില്ല, നമുക്ക് പരിമിതിയോടെ ഞെരുക്കത്തോടെ അങ്ങോട്ട് പോകാം. കർത്താവിന്റെ വരവോടുകൂടെ സകല ഞെരുക്കം മാറി നമ്മൾ വിശാലതയിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ്, സ്ഥിരമായിട്ട് കർത്താവിനോട് കൂടെ. പിന്നെ 1000 ആണ്ട് വാഴ്ച, അതിനുശേഷം പുതിയ ആകാശ പുതിയ ഭൂമി, വിശാലത ഉണ്ടാകുമ്പോൾ വിശാലത തുടങ്ങിയാൽ അത് അവസാനിക്കത്തില്ല. അന്ന് വരെ ഉള്ളൂ ഈ ഞെരുക്കം എന്നോർത്ത് നമുക്ക് വളരെ ഭക്തിയോടും ഭയത്തോടും നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, ഉള്ളോട് ദൃശ്യമായ കാലുള്ളവനാണ്. അപ്പോൾ തന്നെ അവനെ നമ്മെ ആശ്വസിപ്പാൻ, ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, സഹായിപ്പാൻ, പരിപാലിപ്പാൻ താല്പര്യമുള്ളവനാണ്. നമ്മൾ അതിനെ അതിജീവിച്ചു പോകണം. കർത്താവിനെ ബഹുമാനിച്ചു പോകണം. കർത്താവിന്റെ കണ്ണ് നമുക്ക് ദോഷമായിട്ട് ഭവിക്കരുത്. അവന്റെ കാല് നമ്മുടെ ദേഹത്ത് മുട്ടിയിട്ട് വേദന ഉണ്ടാകരുത്. ഈ കർത്താവിനെ സ്നേഹിക്കാം, ബഹുമാനിക്കാം, ആദരിക്കാം, സഭയ്ക്ക് പ്രയോജനമായി ജീവിക്കാം. സഭയിൽ ഞാൻ നിമിത്തം ഒരു ദോഷവും ഉണ്ടാകരുത്. എന്നെ സഭക്കാര് സഹിക്കുന്നു എന്ന സ്ഥിതി വരരുത്. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ ഈ വാക്കാ സഹോദരനോട് പറഞ്ഞു, സഹോദരനെ സഭക്കാര് സഹിക്കുന്നു എന്ന സ്ഥിതി വരരുത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി. ചിലരെ അങ്ങ് സഹിക്കുക, അത് വരരുത്. എന്നെ ആരും സഹിച്ചു പോവുക, ആ സഹോദരൻ അങ്ങ് സഹിക്കുക, അല്ലെ എന്ത് ചെയ്യാം, അങ്ങനെ സ്ഥിതി എന്നിൽ നിന്നുണ്ടാകരുത്. ആ ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും എടുക്കാം. യോഗ്യമായി ജീവിക്കാം. ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവ് വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നതാണ്.